ചൈനയിലേക്കുള്ള യാത്ര അത് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ചൈനീസ് സന്ദർശനം അത് ട്രംപ് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പിന്നീട് രണ്ടാമതായി നിശ്ചയിച്ച തീയതി പ്രകാരമാണ് ഇപ്പോൾ ഈ 14, 15 തീയതികളിൽ അദ്ദേഹം ചൈനീസ് സന്ദർശനം തീരുമാനിച്ചിട്ടുള്ളത്. ഈ 13-ാം തീയതിയാണ് അദ്ദേഹം ചൈനയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈ ചൈനീസ് സന്ദർശനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഒരു പരിഹാരം കാണാൻ ട്രംപ് വളരെയധികം ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ ഒരു മറുപടി അത് ട്രംപ് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇറാൻ്റെ മറുപടി അത് അംഗീകരിക്കാനാകാതെ ഇപ്പോൾ US തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ ചൈനയുടെ നിലപാട് നോക്കുകയാണെങ്കിൽ ചൈന ആദ്യം മുതൽ തന്നെ ഇറാനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. ഇറാൻ്റെ ഭാഗത്ത് ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ചൈനയുടെ പൂർണ്ണ പിന്തുണ ഇറാന് വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഈ പശ്ചിമേഷ്യയിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് ചൈനയുടെ നിലപാട് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ വിഷയത്തിൽ തീർച്ചയായിട്ടും ചർച്ച നടക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ 14-ാം തീയതി അദ്ദേഹം ചൈനീസ് സന്ദർശനം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച. നിരവധി വിഷയങ്ങൾ ചർച്ചയാകും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനം അമേരിക്കയുടെയും ചൈനയുടെയും ഒരു വ്യാപാരം തന്നെയാണ്. ഈ വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും വലിയ രീതിയിൽ വ്യാപാര യുദ്ധം നിലനിന്നിരുന്നതാണ്. അതായത് ട്രംപ് ചൈനയ്ക്ക് മേൽ തീരുവ പ്രഖ്യാപിക്കുമ്പോൾ ചൈന പകരച്ചുങ്കം അതിനേക്കാൾ വലിയ രീതിയിൽ ചുമത്തിയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നിലവിലൊരു സമവായത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ വ്യാപാര വിഷയങ്ങളിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങൾ, US തായ്വാന് നൽകുന്ന പിന്തുണ അത് പിൻവലിക്കണമെന്ന് ചൈന ആവശ്യപ്പെടാൻ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ അത് ചർച്ചയാകും. അതുപോലെ പ്രധാനമാണ് പശ്ചിമേഷ്യയിലുള്ള യുദ്ധ സാഹചര്യം. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ ചൈനയുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഈ രണ്ട് വിഷയങ്ങൾക്ക് ശേഷം മൂന്നാമതായിട്ടാണ് ഈ യുദ്ധ വിഷയം ചർച്ചയാകാനുള്ള സാഹചര്യമുള്ളത്. ഈ ചൈനയുടെ നിലപാട് ഉൾപ്പെടെ അത് കൂടുതൽ കടുപ്പിക്കരുത് എന്ന് ട്രംപ് ആവശ്യപ്പെടാൻ സാഹചര്യമുണ്ട്. അതുമാത്രമല്ല ചൈനയും ഇപ്പോൾ റഷ്യയ്ക്ക് സമാനമായി തന്നെ US-നും അതുപോലെ ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കാമെന്നുള്ള ഒരു വാഗ്ദാനം പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. റഷ്യ